പേർഷ്യൻ ഇസ്ലാമിക് വാസ്തുവിദ്യയും അർമേനിയൻ ക്രൈസ്തവ പാരമ്പര്യവും ഒരുപോലെ സമന്വയിക്കുന്ന വാങ് കത്തീഡ്രൽ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെയും ചരിത്രപ്രേമികളുടെയും വിസ്മയമാകുന്നു. ഹോളി സേവിയർ കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന ഈ ദേവാലയം ഇറാനിലെ ഇസ്ഫഹാനിലുള്ള അർമേനിയൻ അപ്പസ്തോലിക് വിശ്വാസികളുടെ പ്രധാന ആത്മീയ കേന്ദ്രമാണ്. 17-ാം നൂറ്റാണ്ടിൽ സഫാവീദ് ഭരണാധികാരിയായിരുന്ന ഷാ അബ്ബാസ് ഒന്നാമന്റെ കാലത്താണ് ഈ കത്തീഡ്രലിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഓട്ടോമാൻ യുദ്ധകാലത്ത് അർമേനിയയിൽ നിന്ന് ഇസ്ഫഹാനിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന 10,000-കണക്കിന് അർമേനിയൻ വംശജർക്ക് തങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാനായി അനുവദിച്ചു നൽകിയ ന്യൂ ജോൾഫ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അർമേനിയൻ ഭാഷയിൽ വാങ് എന്നാൽ മഠം എന്നാണ് അർത്ഥം. നിലവിലുള്ള കത്തീഡ്രൽ 1655-നും 1664-നും ഇടയിലാണ് ഇന്നത്തെ രൂപത്തിൽ നിർമ്മിക്കപ്പെട്ടത്. പുറമേ നിന്ന് നോക്കിയാൽ ഇറാനിലെ ഒരു ഇസ്ലാമിക് മോസ്കിനോട് സാമ്യമുള്ള വലിയ താഴികക്കുടമാണ് ഈ കത്തീഡ്രലിന്റെ പ്രധാന ആകർഷണം. എന്നാൽ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അതിമനോഹരമായ ചുവർ ചിത്രങ്ങളാലും സ്വർണ്ണപ്പണികളാലും നിറഞ്ഞ ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ പൂർണ്ണരൂപം കാണാം. ബൈബിളിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പ്രധാന സംഭവങ്ങൾ വിവരിക്കുന്ന ചിത്രങ്ങൾ സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്നു. ലോകസൃഷ്ടിയും മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും താഴികക്കുടത്തിൽ അതീവ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. അർമേനിയൻ വിശുദ്ധർ അനുഭവിച്ച പീഡനങ്ങളുടെയും ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെയും ദൃശ്യങ്ങൾ ദേവാലയത്തിന്റെ ഉൾവശത്തെ ഭിത്തികളിൽ നിറഞ്ഞു നിൽക്കുന്നു. കത്തീഡ്രൽ സമുച്ചയത്തിനുള്ളിലെ മ്യൂസിയത്തിൽ ഇറാന്റെ ചരിത്രത്തിലെ ആദ്യത്തെ അച്ചടിയന്ത്രവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിലപിടിപ്പുള്ള കയ്യെഴുത്ത് പ്രതികളും സൂക്ഷിച്ചിട്ടുണ്ട്. അർമേനിയൻ വംശഹത്യയുടെ സ്മാരകവും ഈ സമുച്ചയത്തിന്റെ ഭാഗമാണ്. 4 നൂറ്റാണ്ടുകളായി ഇറാനിലെ അർമേനിയൻ സാന്നിധ്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി വാങ് കത്തീഡ്രൽ നിലകൊള്ളുന്നു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ ദേവാലയം ഇന്നും ആയിരക്കണക്കിന് സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു.